രാഹുൽ മാങ്കൂട്ടത്തിൽ വേഴ്സസ് ശ്രീകണ്ഠൻ. ശ്രീകണ്ഠൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇരുന്ന് അറച്ച് പേടിച്ച് ഇങ്ങനെ പറയാ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് ഈ നാട്ടിൽ പെൺകുട്ടികൾ പറഞ്ഞ പ്രശ്നങ്ങൾ, പുറത്തു വന്ന വീഡിയോ സംഭാഷണങ്ങൾ എല്ലാം നിലനിൽക്കെയാണ് ഇങ്ങനെ കോൺഗ്രസ് നാടകീയമായാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തത് എന്നത് ഇപ്പോൾ പുറത്തു വരുന്നു. 100% ഉറപ്പാണ്. അറച്ച് ഓച്ചാനിച്ചാണ് ആ തീരുമാനം കോൺഗ്രസ് മാസങ്ങൾക്ക് മുമ്പ് എടുത്തത്. ഓരോ രാഷ്ട്രീയ ബോധമുള്ളവരും വിചാരിച്ചിരുന്നു സമയം കഴിയും തോറും, ഓരോ ഇലക്ഷനിലേക്ക് അടുക്കും തോറും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറിച്ചെടുത്തു തന്നെ കോൺഗ്രസ് കൊണ്ടുപോയി തിരിച്ചു കുത്തി നിർത്തുമെന്ന്. നോക്കൂ നിങ്ങൾ, 100% ഉറപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മുഴങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് സ്ഥാനാർത്ഥിയായി ഉണ്ടാവും. പാലക്കാട്ട് നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിന്നോ. ഒന്നും അറിയാത്ത പോലെ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ, രാഹുൽ വിഷയം ഉണ്ടായ ആദ്യ ദിവസം മുതൽ VD സതീശൻ ശക്തമായ നിലപാടെടുത്തതാണ്. ഇന്നും സതീശൻ ഒരു പൊതുപരിപാടിയിൽ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുള്ളതായി കാണിക്കുന്നുമുണ്ട് പൊതുസമൂഹത്തിൽ. പക്ഷേ ഷാഫി ആകട്ടെ, ശ്രീകണ്ഠനാകട്ടെ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവട്ടെ, ഇവരെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിച്ചുകളി, രാഹുലിനെതിരെ പറയാൻ അറച്ച് ഓച്ചാനിച്ചു നിൽക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ് ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിലും ഇരുന്നു പറഞ്ഞത്. ഈ രാഹുലിനെ സ്വാധീനിക്കുന്ന, രാഹുലിനെ സഹായിക്കുന്ന നിലപാടുകൾ ഇപ്പോൾ പറയുമ്പോൾ ഇതൊന്നും അന്ന് കണ്ടില്ലല്ലോ. പെൺകുട്ടികളുടെ മായുള്ള സംഭാഷണം പുറത്തു വന്നപ്പോ വലിയ രീതിയിൽ രാഹുൽ ഡിഫൻസീവായിട്ട് പോലും നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായപ്പോ ഇതൊന്നും അന്ന് കണ്ടില്ലല്ലോ. ഈ നിലപാടുകൾ ഒന്നും അന്ന് കണ്ടില്ലല്ലോ. നിലപാട് ഉറച്ചു നിൽക്കണമെങ്കിൽ ഏതു സമയത്തും നിലപാടിൽ ഉറച്ചു നിൽക്കണം. അല്ലാതെ എല്ലാം ഒന്ന് തണുത്തിങ്ങനെ മരവിച്ച് വരുന്ന ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ മുണ്ടും മുറുക്കി കതറുമിട്ട് വന്നിരിക്കുന്ന ശ്രീകണ്ഠനോട് ഒന്നേ പറയാനുള്ളൂ: പരമപുച്ഛം.